നമ്മുടെ വെൽനസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ താമസിക്കുന്ന ചുറ്റുവട്ടങ്ങളുടെയും. എർത്ത് ഡേയുടെ ഇമ്പോർട്ടൻസ് കുട്ടികളിലേക്ക് പകരുന്നതിനു വേണ്ടി നമ്മൾ സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. നന്നായിട്ട് കളിച്ചിട്ടുണ്ടല്ലോ രണ്ടുപേരും. വെരി ഗുഡ്. എർത്ത് ഡേ നിങ്ങളുടെ എല്ലാവരുടെയും ബർത്ത്ഡേ ആഘോഷിക്കുന്ന പോലെ എർത്തിനെ വളരെ ഹാപ്പി ആക്കുന്ന ഒരു ദിവസമാണ് എർത്ത് ഡേ. പുതിയ പുതിയ മരങ്ങൾ പറ്റുമ്പോഴൊക്കെ നടണം, പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് കുറയ്ക്കണം, വേസ്റ്റ് നിലത്തിടുന്നത് നിർത്തണം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഭൂമിയെ ഒത്തിരി സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാക്കി മാറ്റാം. നമുക്കും നല്ല സ്ഥലത്ത് നിൽക്കാനല്ലേ ഇഷ്ടം. നമ്മൾ നല്ലോണം ഭൂമിയെ സംരക്ഷിച്ചാല് ഭൂമി സ്വർഗം പോലുള്ളൊരു സ്ഥലം നമുക്കും താമസിക്കാൻ തരും. നല്ല കാര്യല്ലേ? അഞ്ജു അവരുടെ ഭൂമി ഗാർഡനിൽ എങ്ങനെയാണ് എർത്ത് ഡേ ആഘോഷിച്ചതെന്ന് നമുക്കൊന്ന് കാണാം. ഇതെൻ്റെ സൈഡ് യാർഡ് വെജിറ്റബിൾ ഗാർഡൻ ആണ്. ഇത് നമ്മുടെ വീടിൻ്റെ ആകെ സണ്ണി സൈഡാണ്, സൗത്ത് സൈഡാണ്. സൗത്ത് ഓഫ് ദ ഹൗസ് ആണ് എപ്പോഴും നമ്മൾ പച്ചക്കറി വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ട് 25/10. അതാണ് ഫീറ്റ് സ്പേസ് ആണ് നമുക്കുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഹോഴ്സ് ഷൂ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടോ പൗച്ചുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഗാർഡനിങ് ചെയ്യാം, മറ്റേ സൈഡിൽ നിന്നും ഗാർഡനിങ് ചെയ്യാം. ഇവിടെയാണെങ്കിൽ എനിക്ക് ഇവിടം വരെ റീച്ച് ചെയ്യും. പിന്നെ വെർട്ടിക്കൽ സ്പേസും യൂസ് ചെയ്തിട്ടുണ്ട്. സക്സസ്ഫുൾ ഗാർഡനിങ്ങിന് വേണ്ടുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് തിങ്, നല്ല ബൂട്ട്സ്, ഗാർഡൻ ബൂട്ട്സ്. സെക്കൻഡ് തിങ്, ടൂൾ ബെൽറ്റ് ആൻഡ് ദെൻ ഗ്ലൗസ്. ഷോർട്ട് വീഡിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് ചെടി ഓർണമെൻ്റൽ പ്ലാന്റ് അല്ല എന്നുള്ളത്. അതിൻ്റെ ഫ്ലവേഴ്സ് വൈറ്റ് ആണ്, അതിൻ്റെ സീഡ്സ് ഒരു ബീൻസ് പോലെയാണ്, ചെറിയ ബീൻസ്. അത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ അതിനെ തൊടുമ്പോൾ അത് മെച്ചുർ ആകുമ്പോൾ അത് ഷൂട്ട് ചെയ്യും. അതിനാണ് അതിനെ ഷോർട്ട് വീഡ് എന്ന് പറയുന്നത്. അത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യും. അതിന് മുമ്പ് നമ്മൾ അതിനെ ടാക്കിൾ ചെയ്യണം. അപ്പോൾ ഈ എർത്ത് ഡേക്ക് എൻ്റെ അറിവ് വെച്ച് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. നമസ്കാരം. എർത്ത് ഡേ എങ്ങനെയാണ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മുടെ പ്രോഗ്രാം? അടിപൊളി. അത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന കണ്ട് മറ്റുള്ളവർ വന്ന് അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും അത് ഇവിടെ ഉള്ള ലോക്കൽസ് തന്നെയാണല്ലോ. അത് നല്ലൊരു ഇങ്ങനെ ഒരു ഓർഗനൈസ് ചെയ്തതിന് താങ്ക് യു. കേരള അസോസിയേഷൻ ഓഫ് വാഷിംഗ്ടണും ഫോമയും ചേർന്ന് ഒരുക്കിയ എർത്ത് ഡേ ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഇതുപോലത്തെ പരിപാടികൾ നമുക്ക് പങ്കെടുക്കാനും ഓർഗനൈസ് ചെയ്യാനും സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.